നമ്മുടെ ജനങ്ങൾ ആരെ വിശ്വസിക്കും? വിശ്വസിച്ചൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായി സാധിക്കുമോ? എല്ലാ ഡോക്ടർമാരെയും അടച്ചാക്ഷേപിക്കുന്നതൊന്നുമല്ല. പക്ഷേ ഈ ഡോക്ടർമാരും ജിഹാദികളായി മാറുന്നത് എന്ത് തരം ഒരു രാജ്യസ്നേഹമാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതായത് ജിഹാദികളായി സമ്പൂർണ്ണമായും പരിണമിക്കുകയാണ് പല ഡോക്ടർമാരും. വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് ഈ ടെററിസത്തിനും തീവ്രവാദത്തിനും വേണ്ടി ഇറങ്ങുന്നത്. നമുക്കറിയാം, ഈ തീവ്രവാദികളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്ന ആൾക്കാരാണ് ഇതിലേക്ക് മാറുന്നത്. വിദ്യാഭ്യാസം വിവരവും വിവേകവും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ടൂളുമാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പോഴിതാ ഡൽഹിയിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടറെ, ആ ഡോക്ടറുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്, അതായത് യുപിയിൽ അറസ്റ്റിലായിട്ട ആ ഡോക്ടറുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്, അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തത്. പല ഡോക്ടർമാരെയും അതിനുശേഷം പിടികൂടി. 7 പേരെയാണ് നമ്മുടെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ അറസ്റ്റിലായിട്ടുള്ള വനിതാ വിഭാഗം ഡോക്ടർ, അല്ലെങ്കിൽ വനിതാ ഡോക്ടർ, ജെയ്ഷയുടെ വനിതാ വിങ് അവർ ഇന്ത്യയിൽ സ്ഥാപിക്കാനായി ചുമതലപ്പെടുത്തിയ ഒരു സ്ത്രീയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വനിതാ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഷഹീന ഷാഹിദാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിൻ്റെ പാകിസ്ഥാനിലെ സഹോദരി നേതൃത്വം നൽകുന്ന ജമാഅത്തുൽ മോമിനാത്തിൻ്റെ കമാൻഡറാണ് അവർക്ക് ഈ നിർദ്ദേശം കൈമാറിയതെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിൽ നടന്ന വൻ സ്ഫോടക വസ്തു വെട്ടയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലക്നൗ ആസ്ഥാനമായിട്ടുള്ള വനിതാ ഡോക്ടർ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിലേക്ക് വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിനും അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനും ഉത്തരവാദിയായിരുന്നുവെന്ന് ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഷഹീൻ ഷാഹിദ് എന്ന വനിതാ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസർ നയിക്കുന്ന പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് വനിതാ വിഭാഗമായിട്ടുള്ള ജമാഅത്തുൽ മോമിനാത്തിൻ്റെ കമാൻഡർക്കാണ് ഇവർ സന്ദേശം കൈമാറിയത്. സൗദിയ അസറിൻ്റെ ഭർത്താവ് യൂസഫ് അസർ കാണ്ഡഹാർ വിമാനറാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇയാൾ കൊല്ലപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ലക്നൌവിലെ ലാൽ ബാഗ് നിവാസിയാണ് ഷഹീൻ ഷാഹിദ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഫരീദാബാദിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരവാദ മൊഡ്യൂൾ തകർത്തതിന് പിന്നാലെ അവരുടെ കാറിൽ നിന്നൊരു അസോൾട്ട് റൈഫിൾ കണ്ടെടുത്തതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഷഹീൻ അൽ ഷലാഹ് സർവകലാശാലയുടെ ഭാഗമാണെന്നും ഫരീദാബാദ് 2 വാടക മുറിയിൽ നിന്ന് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും കത്തുന്ന വസ്തുക്കളും കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായിട്ടുള്ള മുസൈബ് എന്ന കശ്മീരി ഡോക്ടർ മുസമിൽ ഗനാനിയുമായി അടുത്ത ബന്ധം ഇവർക്കുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജമ്മു കശ്മീരിലെ പുൽവാമയിലെ കോയിൽ സ്വദേശിയായിട്ടുള്ള മുസമിൽ ഡൽഹിയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയുള്ള ധൗജിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ഡോക്ടറായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച് പോസ്റ്ററുകൾ പതിച്ച കേസിൽ JK പോലീസ് മുസമ്മലിനെ പിടികുട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അസോൾട്ട് റൈഫിൾ, പിസ്റ്റൽ, വെടിയുണ്ടകൾ എന്നിവ സൂക്ഷിക്കാൻ ഉപയോഗിച്ച കാർ ഷഹീൻ ഷാഹിദിനുടേതാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.